ഞാനില്ല വോട്ട് ചെയ്യാനുള്ളത്. ഞാൻ പഠിക്കുന്നത് ഇതിലാണല്ലേ, കയ്യിലാണല്ലേ. അതിനാണെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ വിടാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ നിങ്ങളെല്ലാം ചോദിച്ചു, ഞാൻ അവരെ വിട്ടില്ല. ഞാൻ അവരെ കാര്യത്തിന് വിളിച്ചു നിൽക്കാൻ പറഞ്ഞു, അവരെ വിട്ടില്ല. അപ്പോൾ മറ്റേ പ്രളയുണ്ടല്ലേ, പോട്ടെ. അപ്പോൾ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഈ പടം എന്ന് പറഞ്ഞാൽ സമ്മതിച്ചില്ല. ഞാൻ പടം തുടങ്ങി അവൻ്റെ കാലിക്കൊന്ന് കൊടുത്തേ, അങ്ങനെ പോയി. അങ്ങനെ പിന്നെ 2000 കൊണ്ട് ചെയ്യിപ്പിച്ച് ഞാൻ കയ്യിൽ കുത്തി തോപ്പ് കത്തി. ഇപ്പം മറ്റേ ക്യാൻസലാവൂല്ലേ. എന്നെ ചിഹ്നത്തിൽ കൈപ്പത്തിൽ വോട്ടിടാൻ വന്ന എന്നെ കൈപ്പത്തിൽ വോട്ടിടാൻ സമ്മതിച്ചുമില്ല. എൻ്റെ വോട്ട് ഞാൻ ചെയ്തിട്ടില്ല, അവൾ ആരാണ് വന്ന് ഇവിടെ വോട്ടിടാൻ എന്ന രീതിയിൽ അത് ചോദ്യം ചെയ്യുന്ന സംസാരമായി. മാമ ആകെ ബഹളമായി. ഈ 2 മിഷൻ ഇരിക്കുന്ന ഭാഗം തടഞ്ഞു വെച്ചുകൊണ്ട്, 2 കൈ കൊണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് എനിക്ക് വോട്ടിടണം എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടത്. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, അവരെന്നോട് കയർത്ത് കയറിയിട്ട് അതിനകത്ത് ഇരിക്കാനുള്ള പാസ് ഉൾപ്പെടെ ഇരിക്കുന്ന എന്നെ എടുത്ത് കയർത്ത് കയറുകയും അതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകത്തക്ക രീതിയിൽ എന്നോട് സംസാരിക്കുകയും ചെയ്യേണ്ടി വന്നു. അവസാനം അവിടെ സംസാരിച്ചു വന്നപ്പോൾ മാമനെ ഇവർ തണുപ്പിക്കും. കാരണം പുള്ളിക്കാരൻ വോട്ടിടാതെ പോയില്ല എന്ന നിലപാടെടുത്താണ് നിന്നത്. അപ്പം പുള്ളി പുറത്ത് പോയില്ലെങ്കിൽ ഇവിടെ വോട്ടിംഗ് തടസ്സപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരനെ ഒരു ഫേക്ക് വോട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഇവർ പ്രവർത്തിച്ചു. ഇവർ ചെയ്തത് അതിനകത്ത് ടോട്ടൽ കൗണ്ട് ചെയ്യുന്ന മെഷീൻ ഓഫ് ചെയ്തുകൊണ്ട് ആ VVPAറ്റും മറ്റു മെഷീനും ലൈറ്റ് കത്തിച്ച് വെച്ചു. അത് ഓൺ ചെയ്ത് കൊണ്ട് മാമനെ കൊണ്ട് പ്രസ് ചെയ്യിപ്പിച്ചു. മാമൻ ഏതാണ് വോട്ട് മാമൻ ചെയ്തോ എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് അതിനകത്ത് മറ്റിരിക്കുന്ന 2 പാർട്ടിക്കാരൻ്റെ ആൾക്കാരും അതിന് യാതൊരു രീതിയിൽ ഒരു ആക്ഷൻ എടുക്കുക, എന്താണ് സംഭവിക്കുന്നതെന്ന് തിരക്കുക ചെയ്യുന്നില്ല. അതാണ് എല്ലാവരും ഒരുമിച്ച് അതെന്താണ് വിഷയം തിരക്കിയിരുന്നെങ്കിൽ വ്യക്തമായി അവിടെ ഒരു നിലപാട് വരും. നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്നുള്ള രീതിയിൽ അതിനെ മാറ്റിമറിക്കുകയും ഈ മാമനെ കൊണ്ട് ഒരു ഫേക്ക് വോട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തു. മാമൻ വോട്ട് ചെയ്തു എന്നുള്ള സന്തോഷത്തിൽ പുറത്തിറങ്ങിപ്പോയി. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞ് മാമന്റെ മകൻ വന്നു. ഇതറിഞ്ഞുകൊണ്ട് മകൻ വന്ന് സംസാരിച്ചപ്പോഴാണ് എൻ്റെ അച്ഛന് കണ്ണിന് യാതൊരു കാഴ്ചക്കുറവില്ല, ആരോഗ്യ പ്രശ്നമില്ല, എൻ്റെ അച്ഛൻ സ്വന്തം ഇഷ്ടപ്രകാരം വോട്ടിടാൻ വന്നതാണ്, അവരെ വോട്ട് നടന്നിട്ടില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ആ വോട്ട് എന്തായാലും അച്ഛന് ചെയ്യണം എന്ന നിലപാടിലാണ്. എന്തായാലും അദ്ദേഹം വരും എന്നാണ് ഇപ്പോൾ വീണ്ടും പറയുന്നത്. അദ്ദേഹം വന്ന് വോട്ടിടാൻ എനിക്ക് എൻ്റെ വോട്ട് ചെയ്യണം എന്ന നിലപാടിലാണ് വീട്ടിലിരിക്കുന്നത്. എന്തായാലും സത്യൻ എന്ന് പറയുന്ന ഒരാൾ, ഏകദേശം 80 വയസ്സ് പ്രായമുള്ള ഒരാൾ തൻ്റെ ചെറുമകനുമായിട്ട് ഈ സ്കൂളിലെത്തുകയും വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെറുമകനെ മാറ്റി നിർത്തുകയും അവിടെ ഉണ്ടായിരുന്ന അംഗൻവാടി ടീച്ചർ അകത്ത് പോയിട്ട് പുള്ളിയുടെ കൂടെ പോയി അദ്ദേഹം വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ ചിഹ്നത്തിൽ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ജനാധിപത്യ ധ്വംസനമാണ്. ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ അംഗൻവാടി ടീച്ചർക്ക് ഈ അവകാശം കൊടുത്തത്? ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു ഉത്തരവുണ്ടെങ്കിൽ അത് പറയണം. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവ് ഇവിടെ ഇല്ല. അപ്പോൾ ഇനിയും ഇത് ആവർത്തിക്കപ്പെടരുത്. കാരണം കൂടെ വരുന്ന ഒരു ബന്ധുവിന് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? അപ്പോൾ ഒരു വോട്ട് മാറി ചെയ്തു വന്നു, അവരുദ്ദേശം ഈ സോയില്ലാതെ വന്ന ആൾ ചെയ്ത വോട്ടല്ല എന്ന് പറഞ്ഞാൽ ഒരു തർക്കം വന്നത്. ആ തർക്കം വന്നത് അത് സംഭവം ശരിയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കുമുള്ള ഒരു ജനാധിപത്യ വിശ്വാസത്തിലുള്ളത്. ജനാധിപത്യ വ്യവസ്ഥയിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അവർ ആരൊക്കെയാണോ വോട്ട് ചെയ്യാൻ പറയുന്നതാണ് ആ വോട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി ഇലക്ഷൻ നിർത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് പലരും ശ്രമിച്ചത്. അത് നമ്മൾ അനുവദിക്കില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്.